അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ഇൻലെറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അത് തന്നെയാണ് പ്ലാൻ. ട്രേഡിങ് ഒന്നും സെറ്റാകുന്നില്ല, സൈഡ് വൈസ് എനിക്ക് തലവേദനയും തൊട്ടില്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയി. ഓക്കെ, ഇനി പോയി എല്ലാം സെറ്റാക്കട്ടെ. ഫുഡ് കഴിക്കുന്ന കേട്ടോ. ഇനി ഇതും കഴിച്ചിരുന്നിട്ട് വേണം എല്ലാം പോയെന്ന് നോക്കാൻ എങ്ങനെയാണ്. ചുല്ലല് അയ്യോ, ഫണ്ണി ഡ്രോയിങ് പറയണ്ടേ. അങ്ങോട്ട് സെറ്റാവണില്ല ഏട്ടാ, കൈ എടുക്കും, നല്ല സമയം എടുക്കും. പണ്ട് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പം അതുമില്ല. പണ്ട് 2 മാസത്തെ ക്ലാസ്സിന് പോയിട്ടുള്ളതാണ്. ഇതിൽ ചുറ്റു അങ്ങനെ ഷെയ്ഡിങ് പെൻസിലൊക്കെ എന്തുണ്ട്, മറന്നു അതൊക്കെ. ഡയലോട്ട് ഒന്ന് ഇവിടുന്ന് പോണതിനിപ്പോൾ ഒന്ന് സെറ്റാവണമെന്നുണ്ട്. ശകലം വരച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഇനിയൊക്കെ പടമൊക്കെ വരച്ചിട്ട് എടുക്കുക. ചെറിയൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അത്ര ട്രയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 70% എക്സൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഓക്കെയാണ്. മാർക്കറ്റ് വലിയ മൂവ്മെൻ്റ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു ഇത്തിരി മൂവ്മെൻ്റ് ഉള്ളതാണ്. സൈഡ് ബൈ സൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പോയി ഫുഡ് വയ്ക്കട്ടെ, കാരണം രാവിലെ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പിന്നെ രാവിലെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ചെറുതായിട്ട് ഫ്രീ ആണ് ഞാൻ. ഫുഡ് വെച്ചിട്ടിങ്ങ് വരാം. കറിക്ക് കൊണ്ട് റെഡിയാക്കണം, റൈസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ. റെഡിയാക്കി കേട്ടോ. കുടിക്കേണ്ട പ്ലാനിങ് കേട്ടോ. ചായയും കുടിച്ചിട്ട് പോയി ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യണം. നമ്മൾ ഇന്നറ്റ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ്. ഒരു മൂവ്മെൻറ്റ് മിസ്സായ കേട്ടോ. ഇവിടെ നിന്ന് അടുത്ത ട്രേഡിൻ്റെ ഞാൻ പ്ലാൻ ഇട്ടിരുന്നായിരുന്നു. എൻ്റെ താഴെ പോയി ഒരു ഷോർട്ട് മൂവ് എടുക്കേണ്ട. പോയി കഴിഞ്ഞ് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ടൈം ആവട്ടെ. ഇനി എത്ര 7 മണിയായതല്ലേ ഉള്ളൂ. ടൈമായില്ല, ഇനിയുണ്ട്. അയ്യോ, വെയിറ്റിംഗ്. ഇതൊന്നും പറയാൻ പറ്റില്ല. ഇത് താഴോട്ട് പോകുമോ മേളിലോട്ട് പോകുന്നു, അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുക ഇപ്പം ഗോൾഡ്. താഴെ പോയാൽ ഇതുവരെ വന്നിട്ട് തിരിച്ചു കയറും. പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോകും. ഒരു 100, 150, 200 പിപ്പോളം താഴെ പോകും. എന്നിട്ട് തിരിച്ച് കയറണമെങ്കിലേ ഉള്ളൂ. ഇനി പിന്നെ ഇപ്പം ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സുഖം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മിസ് ചെയ്തതിൻ്റെ ഒരു വിഷമം ചെറുതായിട്ട്. ഫുഡ് ഉണ്ടാക്കാൻ പോയാലേ, അല്ലെങ്കിൽ ഒരു കഴിക്കാൻ പോകണം കേട്ടോ. ഇനി അടുത്ത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ട് മൊബൈലിലൊന്ന് ചാർജ് ചെയ്യണം. ബാക്കിയെല്ലാം സെറ്റാണ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓക്കെയാണ്. ബന്ധമില്ലല്ലേ, എനിക്ക് തന്നെ അറിഞ്ഞോളൂ ഞാൻ എന്തിനു വരച്ചതെന്ന്. പ്രൊജക്ഷൻ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് കിട്ടണില്ല. ആദ്യം വരച്ചാണ് കണ്ടിരുന്നെങ്കിൽ ഇട്ടിട്ട് വേറെ പണിക്ക് പോകാൻ പറഞ്ഞു. ഞാൻ സെറ്റാവണില്ല കേട്ടോ. കുറച്ചെങ്കിലും സെറ്റാക്കണം. ചെക്കിങ്ങിന് വന്നത് പ്രഷർ ഗേജ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാനാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. പക്ഷെ കയറിപ്പോയി കഴിഞ്ഞു. 1 മണിക്കൂർ ലേറ്റായിപ്പോയി. വേണ്ടിയിട്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്തോട്ട് 2 മണി തൊട്ട് 4 മണി വരെ നോക്കും. കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞ്. ഇത് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഫേര ഇൻലെറ്റ് കുറയ്ക്കണം. 20 പോയിന്റ് കുറച്ചു. അതിന് കുറയ്ക്കട്ടെ ഞാൻ ചെയ്തു. കമ്പ്യൂട്ടർ ബേസിലെല്ലാം എൻ്റെ ഇതുവരെയുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല, ഓക്കെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടം പോയി ഒന്ന് ചെക്ക് ചെയ്യണം. പമ്പും കോർഡിനേഷൻ അത് തന്നെ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. കോർഡിനേഷൻ്റെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏകദേശം 2 നേരം എൻ്റെ ഡ്യൂട്ടി തന്നെയായിരുന്നു. ചെറിയ തലവേദനയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഉറങ്ങി എണീക്കുമ്പോൾ റെഡിയാണ്. മാസത്തിലെ ഇടയ്ക്കുള്ള തന്നെ അത് കുഴപ്പമില്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കി എല്ലാം കഴിച്ച് ഓക്കെയാണ്. ഡ്യൂട്ടി കുഴപ്പമില്ല. രാവിലെ ഒരു ഗേജിൻ്റെ ടീം വന്നു, അതായത് ഗേജ് ചെക്ക് ചെയ്യുന്നത് തന്നെ. ഇതും വേറെ കുഴപ്പമില്ല.
കൺട്രോളും വലിയ കുഴപ്പമില്ല. ചെറുതായിട്ട് നോക്കി നോക്കി വിട്ടാൽ മതി. രാവിലെ ആകുമ്പോൾ പക്ഷേ ഇത്തിരി ശ്രദ്ധ കൂടുതൽ വേണം. 2-3 സൈറ്റ് പറഞ്ഞിരിക്കുക, ഒത്തിരി ശ്രദ്ധിക്കുന്നത്. വേറെ കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന് പടം വരച്ച് ഇന്നലത്തെയും വരച്ച്, അതായത് ഡബിൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്നത്തെയും വരച്ച് ഇന്നലത്തെയും വരച്ച് മനസ്സിലല്ല. അത് തന്നെ ആരും പോയി പഠിച്ചു പറഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ അടുത്ത ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുത്തുള്ളൂ, കുഴപ്പമില്ലാതെ പോയി, സെറ്റാണ്. 1:8 വരെ അടുപ്പിച്ച് കിട്ടി. 100 പിപ്പ് അടുപ്പിച്ചേ ഉള്ളൂ, പക്ഷേ റിസ്ക് കുറവായിരുന്നു. റിസ്ക് എന്ന് പറഞ്ഞാൽ 10 പിപ്പേ ഉള്ളൂ, അതുകൊണ്ടാണ് അത്ര ഇത് വന്നത്. മനസ്സിലായി? 10 പിപ്പിൻ്റെ ഉള്ളത് മൂവ്മെന്റിൽ 10 പിപ്പ് വരെ വന്നുള്ളൂ മാക്സിമം. അല്ലെങ്കിൽ ഞാൻ 30 പിപ്പ് വരെ വയ്ക്കുന്നതാണ്, അത് 10 പിപ്പ് വരെ വന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതെടുത്ത് ഇപ്പോഴത്തെ ഒരു ട്രേഡ് നോക്കി, അത് ടൈം ലേറ്റ് ആയിപ്പോയി. ഒരു 1 മണിക്കൂർ 15 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. ഞാൻ 3 മണിക്കാണ് സ്റ്റാർട്ട് ആവുമെന്ന് വിചാരിച്ചത്, അപ്പോൾ അത് 2 മണിക്ക് സ്റ്റാർട്ട് ആവണം. അങ്ങനെയാണ് അത് പോയത്. കുഴപ്പമില്ല. ഇനി ചെല്ലുക, ഒന്ന് എഡിറ്റ് ചെയ്യുക, അതൊക്കെ തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. വലിയ പരിപാടിയൊന്നുമില്ല.